ആഗോള കത്തോലിക്ക സഭയുടെ നല്ല ഇടയൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. 88 വയസ്സായിരുന്നു. ഇരു ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ച് ഒരുപാട് നാൾ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മാർപ്പാപ്പ വത്തിക്കാനിലേക്ക് മടങ്ങിയതിന് പിന്നാലെയാണ് അന്ത്യം. മാർച്ച് 23-നായിരുന്നു ആശുപത്രിയിൽ നിന്നും തിരിച്ചെത്തിയത്. ഈസ്റ്റർ ദിനത്തിൽ മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വിശ്വാസികളെ കണ്ടിരുന്നു. ഗാസയിൽ ഉടൻ തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് തന്റെ ഈസ്റ്റർ ദിനത്തിലെ സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരുന്നു. പലസ്തീനിലും ഇസ്രായേലിലും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർക്കൊപ്പമാണ് തന്റെ മനസ്സെന്നും പട്ടിണി കിടക്കുന്ന ഒരു ജനതയെ സഹായിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്നും പോപ്പ് സന്ദേശത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. കത്തോലിക്ക സഭയുടെ 266-ാമത് മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് 2013 മാർച്ച് 19-നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അധികാരമേൽക്കുന്നത്. 1936 ഡിസംബർ 17-ന് അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂൺസ് ഐറസിലാണ് അദ്ദേഹം ജനിച്ചത്. പിതാവ് മരിയോ റെയിൽവേയിലെ അക്കൗണ്ടന്റ് ആയിരുന്നു. മാതാവ് റെജീന സിവോറി. മരിയോ ബെർഗോഗ്ലിയോ എന്നാണ് മാർപ്പാപ്പയുടെ യഥാർത്ഥ നാമം. കെമിക്കൽ ടെക്നീഷ്യൻ ബിരുദം നേടിയ മാർപ്പാപ്പ 1969-ൽ ജസ്യൂട്ട് പുരോഹിതനായി സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടു. 1992-ൽ ബിഷപ്പും 1998-ൽ ബ്യൂൺസ് ഐറസിലെ ആർച്ച് ബിഷപ്പുമായി ഉയർത്തപ്പെട്ടു. പിന്നാലെ 2001-ൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കർദിനാളായി ഉയർത്തി. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും കത്തോലിക്ക സഭയുടെ തലപ്പത്തേക്ക് വരുന്ന ആദ്യ വ്യക്തി കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ലളിതമായ ജീവിതം കൊണ്ടും ശക്തമായ നിലപാടുകൾ കൊണ്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിന്റെ ശ്രദ്ധ നേടി. മതങ്ങൾക്കിടയിലെ ആശയവിനിമയത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ പിന്തുണച്ചു. കാലാവസ്ഥാ വ്യതിയാനം, ലൈംഗിക ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം, യുദ്ധങ്ങൾ, വംശീയ അതിക്രമങ്ങൾ തുടങ്ങി മനുഷ്യരെ ബാധിക്കുന്ന വിഷയങ്ങളിലെല്ലാം അദ്ദേഹം സംസാരിച്ചിരുന്നു. കൂടാതെ സ്വവർഗ ലൈംഗികത കുറ്റകൃത്യമല്ലാതാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. വധശിക്ഷയ്ക്കെതിരെയും നിലപാട് സ്വീകരിച്ചു. തന്റെ ജീവിതകാലത്ത് കടന്നുപോയ ചരിത്ര സംഭവങ്ങളുടെ ഓർമ്മകൾ ഉൾക്കൊള്ളുന്ന ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന പുസ്തകം ഏറെ ശ്രദ്ധ നേടിയിരുന്നു.